ജീവപര്യന്തം തടവാണ്. 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ്. അത് 1, 2, 4, 5, 6, 7, 8, 9, 10 പ്രതികൾക്ക് എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവ് 302 വിധിച്ചിട്ടുണ്ട്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും നൽകണം എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ 307, 143, 147, 341, 324, 307 എന്നീ വകുപ്പുകൾ പ്രകാരവും ഈ എല്ലാ പ്രതികൾക്കും ഈ ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട്. അത് 143 വകുപ്പ് പ്രകാരം 6 മാസം തടവും, അതുപോലെ കഠിന തടവാണ്. 147 വകുപ്പ് പ്രകാരം 2 വർഷം കഠിന തടവും, അതുപോലെ 343 വകുപ്പ് പ്രകാരം 1 മാസം കഠിന തടവും, 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും ആണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 1, 2, 4, 5, 6, 10 പ്രതികൾക്ക് 148 വകുപ്പ് പ്രകാരം 3 കൊല്ലം കഠിന തടവും വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഫൈനും ഉണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രതികൾക്കും 1 ലക്ഷം രൂപ വീതം നൽകണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പിന്നെ 307 ഉണ്ട് 10,000 രൂപ വീതം പിഴ ആ 307 വകുപ്പിലും വിധിച്ചിട്ടുണ്ട്. അത് വ്യക്തമായില്ല, അത് നോക്കിയിട്ട് പറയണം. ഞാൻ വായിക്കുന്നത് കേട്ടില്ല. അത് എല്ലാ പ്രതികളിലും 1,10,000 രൂപ വീതം ഓരോ പ്രതികളും 1 ലക്ഷം 302ലും 10,000 രൂപ 307ലും വരുന്ന രൂപത്തിലാണ് ഉള്ളത്. ഇല്ല, ഒന്നുമില്ല. ഇന്ന് ശിക്ഷ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ കേസ് മാറ്റിവെച്ചിരുന്നത്. അതുകൊണ്ട് നേരിട്ട് തന്നെ ശിക്ഷ വിധിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ഒരു പരാമർശങ്ങളും ഇന്ന് നടത്തേണ്ടതില്ല. പരാമർശങ്ങളെല്ലാം തന്നെ ജഡ്ജ്മെൻറ്റിൽ മിന്നാന്ന് നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് ഈ ശിക്ഷ. ഇല്ല, ഈ ശിക്ഷയിലേക്ക് വന്നിരിക്കുന്നത് അതുണ്ടാവും. കോടതി പ്രതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ശിക്ഷകൾ കുറച്ച് തരണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അത് കോടതി വിധി വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ അത് സൂചിപ്പിച്ചിട്ടില്ല. അത് വിധിയിൽ മാത്രമേ പറയാറുള്ളൂ. ഉണ്ട്. വൈകി എന്നുള്ളത് സത്യം തന്നെയാണ്. വൈകിയത് നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. പൊതുവെ എൻ്റെ ഒരഭിപ്രായം, കുറച്ചു കാലം ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം, സർക്കാർ കുറച്ചും കൂടി നിയമ സംവിധാനത്തിന് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ തന്നെ ഉയർന്നു വരുന്ന കോടതിയും മറ്റ് ജില്ലകളിലെ പല കോടതികളും ഉയർന്നു വരുന്നുണ്ട്. LDF സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നൽകിയാൽ മാത്രമേ ഈ വൈകുന്ന നീതി എപ്പോഴും നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിനകത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ പുറത്തുള്ള ഒരു വൈകലായി നമുക്ക് കണ്ടുകൂടാ. ഇപ്പോഴാണ് എല്ലാ മർഡർ കേസുകളും എടുക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ് അത് കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഒരു 3 വർഷം നമ്മളെ കൊറോണ വന്നു, അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്തുണ്ടായി. ഏതായാലും വന്ന വിധി വൈകിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്നത്, നമുക്കൊരിക്കലും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ജീവൻ നഷ്ടപ്പെടുത്തിയവരെ കൃത്യമായ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ഏറ്റവും നല്ല ഗുരുതരമായ രൂപത്തിൽ തന്നെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് കാണേണ്ടത് 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് കൂടി കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് സാധിച്ചു. വിമൽ എന്ന് പറയുന്ന സാക്ഷിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി കോടതി ഇതിനകത്ത് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. വധശിക്ഷ പ്രതീക്ഷിച്ചത് അവർക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനാണ്. അവരെപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ നിയമത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരിക്കലും അപൂർവമായിട്ടുള്ള ഒരു കേസെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കേസാണ് എന്ന് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഈ കേസ് നടത്തിയ എനിക്ക് നിയമത്തിൻ്റെ ആ ഒരു പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാനാവില്ല. നമുക്കും വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതായാലും ജീവപര്യന്തം തന്നെ അതുകൂടാതെയുള്ള മറ്റ് കഠിന തടവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കോടതിക്ക് നൽകാൻ ഇത്തരം കേസുകളുടെ മൊത്തം പരിസ്ഥിതി എടുത്ത് പരിശോധിച്ച് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ.